ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ജൂലൈ 10 അഖിലേന്ത്യാ അവകാശ ദിനമായി ആചരിച്ച CITU തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുന്നിലേക്ക് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, 26,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അഖിലേന്ത്യാ അവകാശ ദിനം ആചരിച്ചത്. ഇതിൻ്റെ ഭാഗമായി ആദായനികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. BJP ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് വോട്ട് ചെയ്തു. കുറച്ചാളുകൾ അങ്ങനെ ചെയ്തു. ഈ ഗവൺമെന്റിന്റെ ക്ഷേമ നടപടികളുടെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ആ ആനുകൂല്യങ്ങൾ മുടങ്ങിപ്പോയപ്പോ അതിനുള്ള പ്രതിഷേധം കൊണ്ടുപോയിട്ടുണ്ട്. ഗവൺമെന്റിനായ വോട്ടുള്ളത് ആ ആനുകൂല്യങ്ങൾ തുടർച്ചയായി കിട്ടിയാൽ ആ പ്രതിഷേധം തീരും. പെൻഷൻ, മാവേലി സ്റ്റോറുകളുടെ സാധനം, നേരത്തെ പറഞ്ഞ ചില വിഭാഗത്തിന്റെ ശമ്പളത്തിൽ വന്ന വീഴ്ച, ക്ഷേമനിധികളുടെ പ്രവർത്തനം, ഇതിലൊക്കെ വന്ന തടസ്സങ്ങൾ ഈ ഗവൺമെന്റിന്റെ പോരായ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പ്രതിഷേധം കാണിച്ച ആളുകളുണ്ട്. ആ പ്രതിഷേധമൊന്നും ഭരണത്തിനെതിരായ ഒരു വികാരമല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരണം പോലെ അടുപ്പത്ത് വരണം. ജില്ലാ പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ PK സന്തോഷ്, ജില്ലാ സെക്രട്ടറി K ഷീബ, സംസ്ഥാന സെക്രട്ടറി NK രാമചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് T വിശ്വനാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.